സിനിമയ്ക്കകത്തുള്ള അഴിമതിയെക്കുറിച്ച് സംസാരിക്കാൻ ആരുമില്ലായിരുന്നു. ഇനി ഞാൻ സംസാരിച്ചു തുടങ്ങും. ഓക്കെ, കാരണം ഈ ഇൻഡസ്ട്രി നിലനിൽക്കേണ്ടത് അത്യാവശ്യമാണ്. ഞാൻ സിനിമ സ്നേഹിക്കുന്നവർ ഇനി വരുന്നവരും അഭിനയിക്കാൻ വേണ്ടി എത്രയോ ആൾക്കാർ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി നടക്കുന്നുണ്ട്. അവരൊക്കെ ഇതേപോലൊക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവർക്ക് പ്രൊഡ്യൂസറെ കിട്ടത്തുമില്ല, അഭിനയിക്കാന്മാർക്ക് ഒരു ചാൻസ് കിട്ടത്തുമില്ല. അപ്പൊ ഇനി എന്തായാലും ഞാൻ 2025 പടം എത്ര 217 ആണെങ്കിൽ 2024 225 ഞാൻ ഏറ്റവും അടർ ഫ്ലോപ്പ് ആയതിന്റെ പേര് മാത്രമാണെന്ന് പറഞ്ഞത്. ഇനി ഇതേപോലെ അബദ്ധങ്ങൾ പറ്റി ഇനി ആ പ്രൊഡ്യൂസർ തിരിഞ്ഞു നോക്കുമോ? ഒരു ദിവസം ഞാൻ പറഞ്ഞില്ല, ഒരു വർഷം വരുന്ന പ്രൊഡ്യൂസറിന്റെ കണക്ക് വരെ ഞാൻ പറഞ്ഞു. അപ്പൊ അത്രയും ആൾക്കാർ ഇത് എല്ലാവരും ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ ഇന്ന് നമുക്ക് പ്രൊഡ്യൂസറെ തട്ടിയും മുട്ടി നടക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് പ്രൊഡ്യൂസറായാണ്. എന്തുകൊണ്ട് ഒരാൾ വന്നിട്ട് തിരിച്ചു പോകുന്നു എന്നുള്ളതിന്റെ ഒരു പടം കൊണ്ട് എടുക്കുക, നിർത്തുക. അതെന്താണെന്ന് കാരണം എന്ന് പറഞ്ഞാൽ ഇതാണ് കാരണം. ഞാനിപ്പോ ഈ ഒരു ഡയറക്ടറിന്റെ കാര്യം പറഞ്ഞല്ലോ, ബഡ്ജറ്റും കഥയും ആയിട്ട് ഒരു ബന്ധമില്ല. എഡിറ്ററിന്റെ ഞാൻ പറഞ്ഞു, ഈ 6 മണിക്കൂറൊക്കെ ഒരു ദുരൂഹ സാഹചര്യത്തിൽ ഈ സിനിമ 6 മണിക്കൂറൊക്കെ ഷൂട്ട് ചെയ്യുന്ന പറഞ്ഞാൽ ഞാൻ ചിന്തിക്കുന്നു, നിങ്ങളൊന്ന് ചിന്തിച്ചു 6 മണിക്കൂർ സിനിമ എടുത്തിട്ട് കട്ട് ചെയ്ത് അത് 2.5 മണിക്കൂറൊക്കെ ആ പടം കയറിപ്പോയി. അപ്പം അതത്രേ ഉള്ളൂ. അപ്പൊ അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. അപ്പം കാര്യം ഇത് പറച്ചിൽ ഞാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതൊരു പിന്നെ ഞാൻ ഈ സിനിമയുടെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഞാനൊരു മൂലയെന്ന് ഓരോരുത്തരെ വിളിച്ചിട്ട് ഈ കാര്യം സാധാരണപ്പെട്ട ആൾക്കാർ സിനിമയെ സ്നേഹിക്കുന്ന സിനിമ പ്രേക്ഷകർ സാധാരണപ്പെട്ട ആൾക്കാർക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയാൻ ചാൻസ് ഇല്ല. അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ ഇനി ഇതേപോലത്തുള്ള കാര്യങ്ങൾ ഞാൻ ഇനിയും കൊണ്ടുവരും. ഇത്ര നാളും പ്രൊഡക്ഷൻ കൺട്രോളറിന്റെ അല്ലാതെ സിനിമയ്ക്കകത്തുള്ള അഴിമതിയെക്കുറിച്ച് സംസാരിക്കാൻ ആരുമില്ലായിരുന്നു. ഇനി ഞാൻ സംസാരിച്ചു തുടങ്ങും. ഓക്കെ, കാരണം ഈ ഇൻഡസ്ട്രി നിലനിൽക്കേണ്ടത് അത്യാവശ്യമാണ്. ഞാൻ സിനിമ സ്നേഹിക്കുന്നവർ ഇനി വരുന്നവരും അഭിനയിക്കാൻ വേണ്ടി എത്രയോ ആൾക്കാർ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി നടക്കുന്നുണ്ട്. അവരൊക്കെ ഇതേപോലൊക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവർക്ക് പ്രൊഡ്യൂസറെ കിട്ടത്തുമില്ല, അഭിനയിക്കാന്മാർക്ക് ഒരു ചാൻസ് കിട്ടത്തുമില്ല. ഞാൻ ഇതിനുള്ള വീഡിയോക്കൊക്കെ മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തുവാണെന്നുള്ള അടിച്ചുമാറ്റലിന്റെ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാനിത് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ എനിക്കൊരു ആശ്വാസമാണ്. ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, എനിക്കറിയാം. പണ്ട് തൊട്ടേ മനസ്സിൽ കൊണ്ടു നടന്ന സിനിമയെ കുറിച്ച് 2018 ഞാൻ ഇവിടെ വന്നു. 2017 തൊട്ടിട്ട് ഞാൻ ഇൻഡസ്ട്രിയായിട്ട് അടുത്ത് നിൽക്കുന്നതാണ് പല മേഖലകളിലും. അപ്പൊ അന്ന് മുതലേ കണ്ടുവരുന്ന കാര്യങ്ങളൊക്കെ ഇതൊക്കെ പറയാൻ കിട്ടുന്ന ഒരു അവസരമായിട്ട് കൂട്ടിയിട്ട് എന്റെ ഇപ്പൊ ഈ വീഡിയോ ആരും കണ്ടില്ലെങ്കിൽ യൂട്യൂബിൽ തന്നെ കിടക്കുമല്ലോ. ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ 10 വർഷം കഴിഞ്ഞാൽ അവിടെ തന്നെ കാണും. ഒരു സന്തോഷം, അത്രേ ഉള്ളൂ. അപ്പൊ ശരി എന്നാ.